ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെ കുറിച്ച് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. കൂണുണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോ ഒന്ന് ഇറങ്ങി നോക്കിയതാ. നോക്കുമ്പോ മുറ്റത്ത് നിറയെ കൂണുകള്. കൂടുള്ള കുട്ടി പറഞ്ഞു, മിണ്ടാതെ പോരി, ശബ്ദം ഉണ്ടാക്കണ്ടാന്ന്. കൂണ് പറിക്കാറുണ്ട് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞങ്ങൾ പതുക്കെ സന്തോഷത്തോടെ ചെന്നു. വർഷകാലത്ത് കൂണിടി പൊട്ടുമ്പോൾ കിട്ടുന്ന കൂന് മിണ്ടാതെ പറിക്കണം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലോ അതില്ലേ. ശരിക്കും കൂൺ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശാസ്ത്രീയമായൊന്ന് ചിന്തിച്ചാല് കൂൺ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു സൂക്ഷ്മത ഉണ്ട്. ചില കൂണുകൾ ശ്രദ്ധയോടെ പറിക്കേണ്ടവയാണ്, അല്ലാത്ത പക്ഷം അവ നശിച്ചേക്കാം. അതുകൊണ്ട് മിണ്ടാതെ പറിക്കുക എന്നതിനർത്ഥം ശ്രദ്ധയോടെ പറിക്കുക എന്നാകാം അല്ലേ? നോക്കിയാൽ ഇതിലൊരു കഴമ്പുണ്ട്. പ്രകൃതിയോടുള്ള ബഹുമാനം, മര്യാദ എന്നിവയുടെ പ്രതീകമാണിത്. ഞങ്ങള് പതുക്കെ പറിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ കഴിഞ്ഞ വർഷം പറമ്പായിരുന്നു. അന്നും ഇഷ്ടംപോലെ കൂണുണ്ടായിട്ടുണ്ട്. ഇത്തവണ ജില്ലി പറിച്ചു മുറ്റാക്കി. എന്നിട്ടും കല്ലിനടിയിൽ കൂടിയും കൂണ് പൊട്ടി വന്നു. പഴമക്കാർക്ക് ജീവിതത്തിന്റെ അറിവുണ്ട്, അതിക്രമിക്കരുത് എന്നാണ് സാരം. എന്തായാലും കൂൺ പറിക്കുമ്പോൾ ശബ്ദം ഒഴിവാക്കുന്നത് നമ്മുടെ ശ്രദ്ധ കൂട്ടും. വിഷക്കൂണുകൾ ഒഴിവാക്കാൻ ഇത് നല്ലതാണ്. കൂൺ അടിഭാഗത്തു നിന്നും മുറിച്ചെടുക്കുക, വലിച്ചു പറിക്കരുത്. കൂണിടി പൊട്ടൽ എന്നത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത്, പ്രത്യേകിച്ച് വർഷകാലത്തിന്റെ തുടക്കത്തിലും ഇടയിലും വെയിൽ വരുമ്പോൾ ധാരാളം കൂണുകൾ ഒരുമിച്ചുണ്ടാകുന്നു. വല്ലാതെ വലിച്ച് കുത്തിക്കുളിച്ച് പറിക്കരുത്. ഇതുപോലെ പതുക്കെ പറിക്കുക. കുറച്ചു ഭാഗം മണ്ണിനടിയിൽ തന്നെ കിടന്നോട്ടെ. നമ്മുടെ മുറ്റത്തും തൊടിയിലും നെൽവയലുകളിലും പുൽമേടുകളിലും പറമ്പുകളിലും ധാരാളം കൂണുകൾ ഒരുമിച്ച് പെട്ടെന്നുണ്ടാകുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കൂണിടി പൊട്ടുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന കൂണുകളുണ്ട്. ഇതിൽ കണ്ടോ, ചിലത് വിരിഞ്ഞിട്ടുണ്ട്, ചിലത് മുട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മുട്ടുകൂണായിരിക്കട്ടെ. പലതരം കൂണുകളുണ്ട്. നെയ്ത്തോലക്കൂൺ, ഉള്ളിക്കൂൺ, പൂഴിക്കൂൺ, മണ്ണിലൻ എന്നിവ. കഴിക്കാൻ പറ്റാത്ത വിഷക്കൂണുകളും ഉണ്ടാകാം. ഒരിക്കലും നിങ്ങൾ പരിചയമില്ലാത്ത കൂണെടുത്ത് കഴിക്കരുത്. അറിയുള്ളവരുടെ സഹായം തേടണം. നിറവും മണവും മാത്രം നോക്കി തിരിച്ചറിയാൻ ശ്രമിക്കരുത്. ഇത് കണ്ടോ, ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൂണാണ്. ചെറുതും വെളുത്തതുമാണ്. ഇതിൽ കുറച്ചുകൂടി വലിപ്പമുള്ളത് കൂടി ഉണ്ടാവും കേട്ടോ. ഇത് വേഗത്തിൽ വളരും. ഒരു രാത്രി കൊണ്ട് പൂർണ്ണമാകും അതിന്റെ വളർച്ച. പിറ്റേ ദിവസം മുതൽ അത് ചെയ്യാൻ തുടങ്ങും. നല്ല രുചിയാണ്, നല്ല സോഫ്റ്റുമാണ്. കൂൺ പൊട്ടുന്ന അന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമുക്ക് കൂണിടി പൊട്ടുമ്പോൾ എങ്ങനെയാണ് കൂൺ ഉണ്ടാകുന്നത് എന്ന് കൂടി നോക്കാം. ഇത് കണ്ടോ, ഇത് മറ്റൊരു കൂണാണ്. ഇത് കണ്ടോ, തൊടിയിലെ കല്ലിലും ചപ്പിലും വെട്ടുകല്ലുള്ള സ്ഥലത്ത് പോലും കൂണുകൾ പൊടിയാറുണ്ട്. വർഷകാലത്ത് നല്ല മഴയുണ്ടാകുമ്പോൾ ഈ മഴ ഭൂമിയെ നന്നായി നനയ്ക്കുകയും തണുപ്പിക്കുകയും ചെയ്യും. മഴയ്ക്ക് ശേഷം ഉയർന്ന താപനിലയും ഈർപ്പമുള്ള കാലാവസ്ഥയും കൂണുകൾക്ക് അനുയോജ്യമാണ്. ഈ ചൂടും ഈർപ്പവും കൂണുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഭൂമിയിലെ മൈസീലിയമാണ് കൂൺ. കൂണുകൾ വർഷത്തിലുടനീളം ഭൂമിക്കടിയിൽ മൈസീലിയം അഥവാ വേര് പോലുള്ള നാര് രൂപത്തിൽ ജീവിക്കുന്നു. അനുയോജ്യമായ കാലാവസ്ഥ, അതായത് ആദ്യ മഴ, പിന്നെ ചൂട്, ഈർപ്പം എന്നിവ ലഭിക്കുമ്പോൾ ഈ മൈസീലിയം പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ കാണുന്ന കൂണുകളാകും. ഇടിവെട്ടുമ്പോൾ ഭൂമിക്ക് ഒരു ഇളക്കം കൂടി കിട്ടുന്നുണ്ട്. അതും കൂടി ഇതിന് അനുയോജ്യമാണ്. ഇതാണ് ഇടിപൊട്ടുമ്പോൾ കൂൺ പൊടിയും എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമ്മുടെ മുറ്റം, തൊടി, വയൽ തുടങ്ങിയ സ്ഥലങ്ങൾ പഴയ ചപ്പുചവറുകളും വളം, ജൈവപദാർത്ഥങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ്. ഇത് കൂണുകൾക്ക് ആവശ്യമായ പോഷകം കൂടി നൽകുന്നു. സാധാരണ മെയ് ലാസ്റ്റ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് കൂണുകൾ ഇടക്കിടക്ക് ഉണ്ടാകാറുള്ളത്. ഇത്തവണ ഓഗസ്റ്റിലും കുറച്ച് കിട്ടിയിരുന്നു. കുറച്ച് ദിവസം മഴ തോരാതെ നിന്ന് പിന്നെ വെയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂണ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂൺ പൊട്ടുന്ന കാലത്ത് രാവിലെ കൂൺ തിരഞ്ഞു പോകാറുണ്ട്. എന്തൊരു സന്തോഷമായിരിക്കല്ലേ കൂണ് കാണുമ്പോൾ. ചുരുക്കത്തില് കൂണിടി പൊട്ടൽ എന്നത് വർഷത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ ശക്തമായ മഴയും ഉയർന്ന താപനിലയും ഉയർന്ന ഈർപ്പവും ചേർന്ന് ഭൂമിക്കടിയിലെ മൈസീലിയത്തിന് വേഗത്തിൽ ഫലപ്രദമായ ശരീരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാക്കുന്ന ഒരു അത്ഭുതകരമായ പ്രകൃതിദത്ത പ്രതിഭാസമാണ്. ഇടിവെട്ടുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ഇളക്കവും ഇതിനെ സഹായിക്കും. പിന്നെ മറ്റൊരു കൂണുണ്ട്, വൈക്കോൽ കൂണ്. വൈക്കോൽ കുണ്ട കൂട്ടിവെച്ചതിൽ ഉണ്ടാക്കുന്ന കൂണാണ് കുണ്ടക്കൂൺ. വൈക്കോൽ ചീഞ്ഞ് കൂണുകൾക്ക് പോഷകമാകുന്നു. വൈക്കോൽ ഉപയോഗിച്ച് നമുക്ക് വീടുകളിൽ കൂണുണ്ടാക്കാൻ കഴിയുമല്ലോ. കുണ്ടക്കൂണിന് പാഡി സ്ട്രോ മഷ്റൂം എന്നാണ് അറിയപ്പെടുന്നത്. നനഞ്ഞ വൈക്കോൽ ചെയ്യുമ്പോൾ കുണ്ടയിൽ ചൂടുണ്ടാകുമ്പോൾ മൈസീലിയം ഉണ്ടാകുന്നു. വൈക്കോൽ കൂണും പരിചയസമ്പന്നരുടെ സഹായത്തോടെ മാത്രം പെറുക്കുക. ഇനി നമുക്ക് കിട്ടിയ നാടൻ കൂൺ നാടൻ രീതിയിലൊന്ന് പാചകം ചെയ്യാം. ഇത് കണ്ടോ, വിരിഞ്ഞത് വൈറ്റും അതിന്റെ കാലും വൈറ്റ്, അതിന്റെ മുകൾ ഭാഗം കുറച്ചൊരു ആഷ് കളർ, വിരിയാത്ത മുട്ടിനും മുകൾ ഭാഗം മുഴുവൻ ആഷ് കളർ. ഇനി കൂൺ വൃത്തിയാക്കാം. കൂണിന്റെ കാലിലെ ഈ മണ്ണൊക്കെ ഒന്ന് ചിരകിക്കളയുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് കേട്ടോ ഇത് മുറിച്ചിടേണ്ടത്. നന്നായി വിരിഞ്ഞ് ചീയാറായ കൂണിന്റെ കാലിനുള്ളിലും ഇതളിനുള്ളിലും പുഴുക്കളും പ്രാണികളും എല്ലാം ഉണ്ടാകും. അതുപോലെയുള്ള കൂണുകൾ നമ്മൾ ഒഴിവാക്കണം. കാല് ഇതുപോലെ കീറി മുറിച്ചിടുക.
മുകളിലുള്ള തൊലി വേണമെങ്കിൽ ഇതളിന്റെ നമുക്ക് കളയാം, കളയാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ മുകളിലെ തൊലി വേണമെങ്കിൽ കളഞ്ഞ് പിച്ചി പിച്ചി ഇട്ടാൽ മതി. മഞ്ഞൾ വെള്ളം നിർബന്ധമാണ്, കാരണം അതിലെ എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ പോയിക്കോളും. പണ്ടുള്ളവർ പറയാറുണ്ട് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിലിടുമ്പോൾ മഞ്ഞൾ വെള്ളം കറുത്ത് വന്നാൽ അത് വിഷക്കൂണാണെന്ന്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നാടൻ കൂൺ എപ്പോഴും നാടൻ രീതിയിൽ വെക്കണം, അപ്പോഴേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടൂ. മുഴുവനും മുറിച്ച് വെച്ചു. ഇനി ഇതൊന്നുകൂടി ഒന്ന് മഞ്ഞളിലിട്ട് കഴുകിയെടുക്കുക. ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരുന്ന നാടൻ രീതിയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ കുറച്ചധികം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും, കുറച്ച് തക്കാളി, വലിയ ഉള്ളിയും തക്കാളിയും അരിഞ്ഞത് കുറച്ച് മതി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ അതും, പിന്നെ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, വലിയ ജീരകപ്പൊടി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ പച്ച വെളിച്ചെണ്ണയും ഉപ്പും കറിവേപ്പിലും ചതച്ചത് കോരിയെടുത്തു. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് മൺചട്ടിയിലായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിൽ ചേർക്കാൻ നല്ലത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ലാസ്റ്റ് ഇതിൽ ചേർക്കാനും വേണം. വലിയ ഉള്ളി ഇടാം, തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പിട്ടു, ചെറിയ ഉള്ളി ചതച്ചതിട്ടു, എല്ലാം കൂടി ഒന്ന് വഴറ്റട്ടെ. പണ്ട് വഴറ്റുന്ന പരിപാടിയില്ല കേട്ടോ. അന്ന് ഇതെല്ലാം കൂടി ഒരൊറ്റ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടുപ്പിൽ വെച്ച് ചട്ടിയിൽ വേവിച്ചു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. നമ്മളിതിൽ അധികം എരിവ് ചേർക്കുന്നില്ല, കാരണം നമ്മുടെ കുട്ടികൾക്കും കൂടി കഴിക്കാൻ വേണ്ടിയാണ്. എരിവ് കൂടുതൽ അവർ കഴിക്കില്ല. വഴന്നു വന്ന മസാലയിലേക്ക് വൃത്തിയാക്കി വെച്ച കൂണിട്ട് ഇളക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കി അടച്ചു വെക്കണം. ഭൂമിയിൽ നിന്നും താനെ കിട്ടുന്ന ഈ കൂണിൻ്റെ അത്ര രുചി നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂണിന് കിട്ടില്ല. അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവട്ടെ. ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ കൂണിൻ്റെ ടേസ്റ്റ്. കൂടുതൽ മസാലകൾ ഇട്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ നാടൻ കൂണിൻ്റെ രുചി അറിയാതെ പോകും. ഇതൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക. ഓഹ്, എന്താ മണം! 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി മുകളിൽ തൂവി. അപ്പോൾ കൂണിട് പൊട്ടിയപ്പോൾ കിട്ടിയ നാടൻ കൂൺ നാടൻ രുചിയിൽ റെഡിയായി. ഇനി വിളമ്പാം. കൂണുകൾ പറിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നമുക്കറിയാത്ത കൂണുകളിട്ട് ഒരിക്കലും പാചകം ചെയ്ത് കഴിക്കരുത്. പിന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു കൂണുണ്ട്, അരിക്കൂന എന്ന് പറയും. നമ്മുടെ തുമ്പപ്പൂ പോലെ ആയിരിക്കും, അത്രയും ചെറുതായിരിക്കും. അത് കുറേ പെറുക്കി വേണം ഉണ്ടാക്കാൻ. അത് പിന്നെ കഴിക്കാൻ പറ്റും. അതും പലതരത്തിലുണ്ട്. കൂൺ നല്ല പോഷക സമൃദ്ധവുമാണല്ലോ. ഒരു 20 വർഷം മുമ്പേ കൂൺ വിത്ത് വാങ്ങി വൈക്കോൽ പുഴുങ്ങി ഉറിയിൽ വെച്ച് അതിൽ ഈ കൂൺ വിത്ത് പാകി കൂണുണ്ടാക്കിയിരുന്നു ഞാൻ. അതൊരു ചിപ്പിക്കൂൺ പോലെ കുറച്ചൊക്കെ ഉണ്ടായി. എപ്പോഴും അതിന് നനവ് വേണം, വെയിൽ തട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെയായിരുന്നു അതുണ്ടാക്കിയിരുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂണിട് പൊട്ടുമ്പോൾ കിട്ടുന്ന കൂണ് മിണ്ടാതെ പറിക്കണോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മിണ്ടിയ കുഴപ്പമൊന്നുമില്ല. കൂണ് നമ്മൾ ശ്രദ്ധിച്ച് പറിക്കണം, അതിൻ്റെ മൈസീലിയം നശിപ്പിക്കാതെ. അത്രേ ഉള്ളൂ. അടുത്ത വർഷം കൂൺ പൊടിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം, അല്ലേ? എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.